നോക്കൂ, ഈ കാര്യത്തിൽ ഈ കത്ത് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന കത്ത് വളരെ പ്രധാനമാണ്. രണ്ട് കാരണങ്ങളാലെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു DCC പ്രസിഡന്റ് ഒരു സഹകരണ ബാങ്കിലേക്ക് കത്തെഴുതുന്നതിൽ ഒരു തെറ്റുമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് എന്ന് പറയുന്ന ആളാണ് ആ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാരി. ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ് പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് പോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം DCC പ്രസിഡന്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഭരിക്കുന്ന ബാങ്കുകളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള കത്തയക്കുന്നതിന് ഒരു തടസ്സവുമില്ല. ഇപ്പം നമുക്കറിയാമല്ലോ, CPM-നെ പോലൊരു പാർട്ടിയിൽ കൃത്യമായൊരു മെക്കാനിസം ഉണ്ട്. ഇപ്പം രാഷ്ട്രീയക്കാർ തന്നെയാണല്ലോ ഈ ഭരണസമിതി എന്ന് പറയുന്നത്, ബാങ്കുകൾ ഭരിക്കുന്ന ഭരണസമിതി. ആ രാഷ്ട്രീയക്കാരെ നയിക്കുന്ന ഒരു നേതൃത്വം ജില്ലയിൽ എപ്പോഴും ഉണ്ടാകും. ഇപ്പോൾ CPM-ന് ഒരു ഉപസമിതി തന്നെയുണ്ട് ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട്. ആ ഉപസമിതി ഈ പറയുന്ന സഹകരണ ബാങ്കിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഉപസമിതിയാണ്. ഇപ്പോൾ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് AC മൊയ്തീൻ എന്താണ് അവിടെ ഒരു റോളുമില്ല. അദ്ദേഹം ആ ഭരണസമിതിയായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ അന്ന് അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് അവിടുത്തെ ഭരണത്തിൽ ഇടപെട്ടു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ചില കേസുകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഈ രീതിയിൽ പാർട്ടിയുടെ ജില്ലാ നേതൃത്വങ്ങൾ അതത് പാർട്ടികൾ ഭരിക്കുന്ന ബാങ്കുകളിൽ ഇടപെടാറുണ്ട്. ആ അർത്ഥത്തിൽ ഈ പറയുന്ന DCC പ്രസിഡന്റായിട്ടുള്ള IC ബാലകൃഷ്ണൻ ഒരു കത്തെഴുതുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ NM വിജയൻ്റെ മരണത്തിന് കാരണമായി അദ്ദേഹം തന്നെ എഴുതി വച്ചിരിക്കുന്ന ഒരു സുപ്രധാനമായ സംഭവം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകനെ ആ ബാങ്കിൽ സ്ഥിരപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളുലച്ച ഒരു സംഭവമാണ്. 7 വർഷക്കാലം കേവലം 200 രൂപ ദിവസവേതനത്തിന് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഭിന്നശേഷിക്കാരനായ മകനാണ് ജിജേഷ് എന്ന് പറയുന്നത്. ആ മകനെ വിഷം കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം മരിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ ഉലച്ചിലുണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ പറയുന്ന മകൻ്റെ ജോലി സ്ഥിരപ്പെടുത്താതിരുന്ന നടപടി എന്ന് പറയുന്നത്. ആ മകൻ്റെ ജോലി സ്ഥിരപ്പെടുത്താതെ മറ്റൊരാളെ ആ പോസ്റ്റിലേക്ക് നിയമിക്കാൻ IC ബാലകൃഷ്ണൻ കത്ത് നൽകി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിലാണ് ഈ കത്ത് ഏറ്റവും ക്രൂഷ്യലാകുന്നത് ഈ കേസിൽ. ആ മരണത്തിൽ സത്യം പറഞ്ഞാൽ ഈ കത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട്, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ കത്ത് തെളിയിക്കുന്നൊരു കാര്യം എന്താ? ഈ കത്ത് തെളിയിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ പറയുന്ന എല്ലാ പോസ്റ്റിങ്ങിലും ഇയാൾ ഇടപെട്ടുകൊണ്ടിരുന്നു എന്നുള്ളതല്ലേ? അതിനൊരു കൃത്യമായ തെളിവല്ലേ? ഈ പറയുന്ന നിയമനങ്ങളിൽ അതിനകത്ത് കോഴ വാങ്ങിയോ ഇല്ലയോ എന്നൊക്കെയുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ അവിടെ നടന്നിട്ടിരിക്കുന്ന നിയമനങ്ങളിൽ IC ബാലകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഇടപെട്ടുകൊണ്ടിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഈ കത്ത് പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ആ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി നടപടി സ്വീകരിക്കണമല്ലോ. സോറി, പിന്നെ എന്താണ്, ഒരു ശുപാർശയല്ല അത്. അതല്ല അപ്പോയിന്റ് ചെയ്യാനാ പറയുന്നത്. ആ നിർദ്ദേശമാണ്. DCC പ്രസിഡന്റാണ്. DCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അവിടുത്തെ ഭരണസമിതിക്ക് മുകളിൽ അയാൾക്ക് ഒരു സേ ഉണ്ട്. ആ സേയുടെ അടിസ്ഥാനത്തിൽ അയാൾ അവിടെ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്ന് ഈ കത്ത് തെളിയിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടർത്ഥത്തിൽ ഈ കത്ത് പുറത്തു വന്നിരിക്കുന്ന കത്ത് ക്രൂഷ്യലാണ്. ഒന്ന്, NM വിജയനെ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിലേക്ക്, അദ്ദേഹത്തിൻ്റെ മകനെ കൊന്നതിന് ശേഷം ആത്മഹത്യയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഈ കത്തൊരു പ്രേരണയായിട്ടുണ്ട്. ഈ കത്താണ് അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാരണം. രണ്ട്, ഈ നിയമനങ്ങളിലൊക്കെ ഇയാൾ ഇടപെട്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം. ഇനി മൂന്നാമത്തത്, നമ്മൾ ഈ NM വിജയൻ്റെ മരണം റിപ്പോർട്ട് ചെയ്ത ദിവസം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യം തന്നെ TV റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ആത്മഹത്യാക്കുറിപ്പുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ച് അവിടുത്തെ പ്രാദേശിക നേതാക്കൾ നടക്കുന്നു എന്നുള്ളതാണ്. ആദ്യം ഇത് കണ്ടെത്താൻ ശ്രമിച്ചത് എന്താണെന്നറിയോ? ഈ പറയുന്ന ആത്മഹത്യാക്കുറിപ്പ് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അത് ഈ ഡെഡ് ബോഡി കൊണ്ടുപോകാനല്ല ശ്രമിച്ചിട്ടുള്ളത്. എന്തെങ്കിലും ഒരു, പക്ഷേ ആ സമയത്ത് ഡെഡ് ബോഡി ആയിട്ടില്ല, അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കാനല്ല ശ്രമിച്ചത്, മറിച്ച് ഇങ്ങനെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് ശ്രമിച്ചത്. അങ്ങനെ ഒന്നില്ല എന്ന് ഉറപ്പ് ആയതിനു ശേഷമാണ് ഇവർ ഈ പറയുന്ന രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിക്കുന്നത്. ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം ഇവരുടെ മരണം സംഭവിച്ചതിന് ശേഷം നമ്മളത് കണ്ടല്ലോ. ഈ പറയുന്ന IC ബാലകൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നു, ND അപ്പച്ചൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ആ എഗ്രിമെന്റ് പുറത്തുവിടുന്നത്. ഏതാ? ഈ പറയുന്ന നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ എഗ്രിമെന്റ് റിപ്പോർട്ടർ TV പുറത്തുവിടുന്നത് ആ സമയത്താണ്. അപ്പോൾ തന്നെ IC ബാലകൃഷ്ണനുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? എനിക്കിതിനകത്ത് യാതൊരു ഉത്തരവാദിത്വമില്ല, എനിക്കിതിനകത്ത് യാതൊരു പങ്കുമില്ല, ഞാൻ ഉടനെ തന്നെ കേസ് കൊടുക്കാൻ പോകണം. അദ്ദേഹം കേസും കൊടുത്തു കേട്ടോ. അദ്ദേഹം കേസ് കൊടുക്കുന്നു. കാരണം എന്താ ഉറപ്പെന്താ? ആത്മഹത്യക്കുറിപ്പില്ല, ഒരു തെളിവുമില്ല. അപ്പോൾ ആഞ്ഞടിക്കുകയാണ്. ഈ ആഞ്ഞടിയുടെ അടിസ്ഥാനത്തിൽ എന്താ ചെയ്തത്? KPC നേതൃത്വം സകല സുരക്ഷയും പ്രഖ്യാപിച്ചു. ആർക്ക്? IC ബാലകൃഷ്ണൻ പ്രഖ്യാപിക്കുന്നു, ND അപ്പച്ചൻ പ്രഖ്യാപിക്കുന്നു, ജില്ലാ നേതൃത്വത്തെ ഒന്നടങ്കം സംരക്ഷിക്കാൻ KPC നേതൃത്വം തീരുമാനിക്കുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് ഈ പറയുന്ന കുറിപ്പ് പുറത്തു കൊടുക്കാവുള്ളൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ പിള്ളേർ അത് മാറ്റിവെച്ചത്. ആ മാറ്റിവെച്ച കുറിപ്പാണല്ലോ ഇപ്പോൾ പുറത്തു വന്നതോടുകൂടി പാർട്ടി വെട്ടിലായി. ആ വെട്ടിലായ സമയത്താണല്ലോ ഈ പറയുന്ന അന്വേഷണ സമിതി ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്ത് വയനാട്ടിലെത്തിയിട്ട് ഈ അന്വേഷണ സമിതി എന്താ ഉറപ്പ് കൊടുത്തിരിക്കുന്നത്? ഞങ്ങൾ ആ ബാധ്യതയെല്ലാം ഏറ്റെടുത്തോളാം എന്നാണ്. ആ ബാധ്യത ഏറ്റെടുത്താൽ ഈ പ്രശ്നം കഴിയില്ല. അതെങ്ങനെയാണ് കഴിയുക? കാരണം വെച്ചാൽ പാർട്ടിയുടെ എന്താ പറയുക, പാർട്ടി കോടതികൾക്കെതിരല്ലേ കോൺഗ്രസ്? CPM ഓരോ കേസുകളും പാർട്ടി കോടതിയിലൂടെ പരിഹരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയ ആക്ഷേപം
ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ള പാർട്ടിയല്ലേ സംസ്ഥാനത്ത് പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പി കെ ശശിക്കെതിരായിട്ടൊരു കേസ് വന്നല്ലോ. ആ കേസ് വന്ന സമയത്ത് എ കെ ബാലനും ശ്രീമതി ടീച്ചറും കൂടി പോയല്ലേ അവിടെ അന്വേഷിച്ചത്. അത് തെറ്റാണെന്നല്ലേ വി ഡി സതീശനും കെ സുധാകരനും അടക്കമുള്ള കെ പി സി സിയുടെ നേതൃത്വം പറഞ്ഞത്. അതല്ല, അവിടെ പാർട്ടി കോടതി അല്ല വേണ്ടത്. മുമ്പ് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ, വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിട്ട് ജോസഫ് ഇരുന്ന സമയത്ത് ഇങ്ങനൊരു പ്രസ്താവന നടത്തിയല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുണ്ട്, ആ പാർട്ടിക്കകത്ത് ഞങ്ങൾ ചർച്ച നടത്തും, തെറ്റുകൾ തിരുത്തും, അതുകൊണ്ട് ഞങ്ങളുടെ കോടതിയും ഞങ്ങളുടെ ശിക്ഷയും ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനും ഒക്കെ പാർട്ടിയാണ് എന്ന് പറഞ്ഞത് ചെറിയ വിവാദമാണ് ഇവിടെ യു ഡി എഫിൻ്റെ നേതൃത്വം ഉണ്ടാക്കിയത്, കോൺഗ്രസിൻ്റെ നേതൃത്വം ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ആ പ്രശ്നം അങ്ങനെ പരിഹരിക്കാൻ പറ്റില്ല. പാർട്ടിക്കകത്ത് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമല്ലത്. പിന്നെ ഇനിയിപ്പം നിങ്ങളിനി അങ്ങനെ പാർട്ടിക്കകത്ത് പ്രശ്നം ഒത്തുതീർപ്പാക്കി പരിഹരിക്കാമെന്ന് വിചാരിച്ചാലും ഇതൊരു കേസായി കഴിഞ്ഞില്ലേ. 3 പരാതി ഓൾറെഡി ഉണ്ടല്ലോ. പത്രോസിൻ്റെ പരാതിയില്ലേ, സജയു എന്ന് പറയുന്ന ഒരാളുടെ പറയുന്ന സായൂജ് എന്ന് പറയുന്ന ഒരാളുടെ പരാതിയില്ലേ, ആനപ്പാറ ഷാജി എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പരാതിയില്ലേ. 3 പരാതികൾ ഓൾറെഡി പോലീസ് സ്റ്റേഷനിലുണ്ടെന്നേ, അതിന് പേരിൽ FIR ഉണ്ടെന്നേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കേസ് വരും. ഇപ്പോഴും കേസുണ്ടല്ലോ, അല്ലാതെ തന്നെ വിജിലൻസ് ഒരു കേസെടുത്തിട്ടുണ്ട്, ഈ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഇന്നിപ്പം നോട്ട് അറസ്റ്റ് എന്നേ കോടതി പറഞ്ഞിട്ടുള്ളൂ അല്ലേ. 15-ാം തീയതി ഇനിയും അതിൻ്റെ വാദം കേൾക്കാനിരിക്കുകയാണ്. ആ സമയത്ത് കോടതി കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നിയമ നടപടികളുണ്ടാകും. ഇത് മൂടി വെക്കാനൊന്നും കഴിയില്ല. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടൊരു രാഷ്ട്രീയ ധാർമ്മികത പ്രശ്നമാണ്. രാഷ്ട്രീയ ധാർമ്മികത പ്രശ്നമാണ്. കാരണം വെച്ചാൽ 2 മാസം മുമ്പ് ADM നവീൻ ബാബുവിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ മനസാക്ഷിയെ പിടിച്ചുലച്ചുകൊണ്ട് മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുന്നു, UDFൻ്റെ നേതൃത്വം ചർച്ച ചെയ്യുന്നു, KPCC ചർച്ച ചെയ്യുന്നു, കോൺഗ്രസിൻ്റെ നേതാക്കൾ ചർച്ച ചെയ്യുന്നു. അതെല്ലാം ബാധകമായൊരു കേസാണ് ഈ കേസും. ഈ കേസ് കുറച്ചുകൂടി ഗ്രേവാന്ന് പറയുന്നത് നമ്മളിപ്പം ദിവ്യയുടെ കാര്യത്തിനകത്ത് അത് അസ്യൂം ചെയ്യുകയാണല്ലോ. ആത്മഹത്യാ പ്രേരണയായിട്ടുള്ള ഒരു പ്രസംഗമാണ് നടത്തിയത്. ആ പ്രസംഗവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം എന്താ, അത് കൃത്യമായി ഒരു ക്യാമറാമാനെ കൊണ്ടുവന്ന് റെക്കോർഡ് ചെയ്യിച്ചത് പത്തനംതിട്ട വരെ എത്തിച്ചു എന്നൊരു പ്രശ്നം അതിനകത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ആ പ്രേരണ ഉള്ളപ്പോൾ അന്ന് കോൺഗ്രസ് നേതൃത്വം എന്താ ആവശ്യപ്പെട്ടത്, ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. രാജിവെച്ചല്ലോ, 3ാമത്തെ ദിവസം രാജിവെച്ചു. അവിടെ തീർന്നില്ലല്ലോ, പാർട്ടിയുടെ ഒരു പദവികളിലും വെച്ചുകൂടാ എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അവിടുത്തെ എന്താ സംഭവിച്ചത്, തരം താഴ്ത്തുകയാണ് ചെയ്തത്. ആ കേസ് വളരെ പ്രധാനപ്പെട്ട കേസാണ്. ആ കേസിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ. അങ്ങനെ ആവശ്യങ്ങൾ പറഞ്ഞ് വലിയ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു സമിതിയെ വിട്ടിട്ട് ഞങ്ങൾ ആ പൈസ മുഴുവൻ സെറ്റിൽ ചെയ്തോളാം, നിങ്ങൾ കണ്ണടച്ചങ്ങ് ഇരുന്നോണം, ഒരു പ്രശ്നവും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നു. IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കേണ്ട, അതിപ്പം ഗോവിന്ദ മാസ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ടോ. മുകേഷിൻ്റെ കേസ് വന്നപ്പോഴത്തേക്കും CPM അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കേസ് വന്നാൽ ഉടനെ തന്നെ ഒരു ജനപ്രതിനിധി രാജിവെക്കേണ്ട, രാജിവെച്ച് കഴിഞ്ഞിട്ട് ഈ കേസ് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അദ്ദേഹത്തിന് വരാൻ കഴിയില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് രാജിവെക്കേണ്ട എന്നുള്ള കാര്യത്തിനകത്ത് അവർക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ IC ബാലകൃഷ്ണനും ND അപ്പച്ചൻ ഇപ്പോഴും കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് അല്ലേ, ND അപ്പച്ചൻ ജില്ലാ പ്രസിഡന്റായിട്ട് ND അപ്പച്ചൻ തുടരുന്നു, IC ബാലകൃഷ്ണൻ പാർട്ടി പദവികൾ തുടരുന്നു. ആ പാർട്ടി പദവികളിൽ നിന്ന് മാറണ്ടേ, അത് നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനമല്ലേ, ഒരു രാഷ്ട്രീയ ധാർമ്മികത പ്രശ്നമല്ലേ. നിങ്ങൾ പോലീസ് എപ്പോഴും പറയുന്ന കാര്യം എന്താ, പോലീസ് അന്വേഷിച്ച് കാര്യങ്ങൾക്ക് ഒരു തീർപ്പാകട്ടെ, അതുവരെ നമുക്ക് കുറ്റവാളികളായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയില്ല, കുറ്റവാളികളെ പ്രഖ്യാപിക്കേണ്ട. പക്ഷേ ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ പ്രശ്നമുണ്ട് ഈ കാര്യത്തിനകത്ത്. ആ രാഷ്ട്രീയ ധാർമ്മികത CPMന് മാത്രം ബാധകമായിരിക്കുന്ന ഒന്നല്ല, LDFന് മാത്രം ബാധകമായിരിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് ആ രാഷ്ട്രീയ ധാർമ്മികത ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നതിൽ കോൺഗ്രസിന് വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ സ്മൃതി പറഞ്ഞതിനകത്ത് എനിക്കൊരു വിയോജിപ്പുള്ളത്, ഈ പറയുന്ന പാർട്ടി ഫണ്ട് സ്വരൂപിക്കാനല്ലെന്നേ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പൈസ അടിച്ചു മാറ്റിയത്. 32 ലക്ഷം രൂപ കോഴവാൻ ചെയ്യുന്നതെന്നറിയാവോ, അവിടുത്തെ ഈ പറയുന്ന ഭരണസമിതി അട്ടിമറിക്കാനാണ്. ആ ഭരണസമിതിയെ അട്ടിമറിക്കുന്ന 10 ലക്ഷം കൊടുത്തിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. 32 ലക്ഷം രൂപ ഇദ്ദേഹത്തെ കൊണ്ട് ലോൺ എടുപ്പിക്കുന്ന എന്തിനാണ്, അത് ആ അതായത് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന BJP ആയിക്കോട്ടെ, ഏത് പാർട്ടി ആയിക്കോട്ടെ, മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, അവർക്കൊരു മാൻഡേറ്റ് കിട്ടിയിട്ടല്ലേ അവരവിടെ ഭരിക്കാൻ വരുന്നത്. ആ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനത്തെ പൊളിക്കാൻ വേണ്ടി ഒരാൾക്ക് 10 ലക്ഷം രൂപ കൊടുക്കുന്നു, അങ്ങനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതിന് വേണ്ടിയിട്ട് 32 ലക്ഷം രൂപ കടമെടുക്കുന്നു. അത് ഇപ്പോൾ എത്ര രൂപയാണ്, 65 ലക്ഷം രൂപയായിട്ട് മാറിയിരിക്കുന്നു. ഈ മനുഷ്യൻ്റെ ഈ NM വിജയൻ്റെ ആൻഡ്രു സാർ പറഞ്ഞ കണക്ക് ഈ പറയുന്ന ഗേറ്റിൻ്റെ വാതിക്കൽ ത്രിവർണ്ണ പതാകയുടെ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന ആ വീടും ആ സ്ഥലവും ജപ്തി ഭീഷണിയിലാണ്. അത് എപ്പോൾ വേണമെങ്കിലും ജപ്തി ചെയ്യപ്പെടാവുന്ന സാഹചര്യമാണ്. അത് വീട്ടിൽ പറയാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു NM വിജയൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രതിസന്ധി അവിടെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ പാർട്ടി ഫണ്ട് സംഘടിപ്പിച്ച് പാർട്ടി പ്രവർത്തനം നടത്തിക്കളയാമെന്നൊന്നും ഇവരാരും വിചാരിച്ചിട്ടുമില്ല. ഈ അട്ടിമറി നടത്താൻ വേണ്ടിയിട്ടായിരുന്നു ആ പൈസ സംഘടിപ്പിച്ചത്. എന്നിട്ട് താങ്കൾ പറഞ്ഞത് ശരിയാണ്, അതങ്ങോട്ട് വീതം വെച്ചെടുക്കുകയാണ് ചെയ്തത്. ആ വീതം വെച്ചെടുത്തു എന്ന് മാത്രമല്ല, തിരിച്ച് ആ പൈസ കൊടുക്കാൻ തയ്യാറായതുമില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഈ പറയുന്ന NM വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ്റെയും ആത്മഹത്യ എന്ന് പറയുന്നത് പ്രതിപക്ഷം പറയുന്നത് പോലെ, ഇന്ന് റഫീഖ് പറഞ്ഞ വളരെ കൃത്യമാണേ, അതൊരു ഇരട്ട കൊലപാതകമാണ്. ആ ഇരട്ട കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട്. അവരാ രാഷ്ട്രീയ ധാർമ്മികതയോടുകൂടി ഈ പറയുന്ന മുഴുവൻ ആളുകളെയും കഴിഞ്ഞ 10 വർഷമായിട്ട് 3 പ്രസിഡന്റുമാരിരുന്നിട്ടും വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുക. ഒരു ജില്ല കരുവന്നൂർ അടക്കമുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടുത്തെ മരണങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, അവിടുത്തെ ആ നിക്ഷേപകർ അനുഭവിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശരിയുമാണ്. പക്ഷേ ഇപ്പുറത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 10 വർഷമായിട്ട് വളരെ മനോഹരമായിട്ട് 3 ജില്ലാ പ്രസിഡന്റുമാർ, 2 ട്രഷറർമാർ നല്ല സുന്ദരമായിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇടനില നിർത്തി പൈസ സംഘടിപ്പിച്ച് അത് വെട്ടി സ്വന്തം കീശയിലാക്കി, എന്നിട്ട്
എന്നിട്ട് ഒരു കുടുംബം അനാഥമായിരിക്കുന്നു എന്നുള്ളതാണ്. ആ രാഷ്ട്രീയ യാഥാർത്ഥ്യമുണ്ട്, ആ സാമൂഹിക യാഥാർത്ഥ്യമുണ്ട്, പച്ചയായൊരു ജീവിത യാഥാർത്ഥ്യവുമുണ്ട്. ഇതിൽ നിന്ന് കോൺഗ്രസിന് കൈകഴുകി പോകാൻ കഴിയില്ല. കൃത്യമായ രാഷ്ട്രീയ നടപടി അത് എൻ ഡി അപ്പച്ചനെതിരായിട്ടുണ്ടാവണം, IC ബാലകൃഷ്ണൻ എതിരായിട്ടും ഉണ്ടാകണം. ഈ പറയുന്ന പോലീസും കേസുമൊക്കെ കോടതിയൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ നിങ്ങൾക്ക് രാഷ്ട്രീയ ധാർമ്മികതയുണ്ടെങ്കിൽ നിങ്ങൾ ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായ നടപടി നിർബന്ധമായും ഈ മൂന്നാളുകളുടെയും കാര്യത്തിൽ, എൻ ഡി അപ്പച്ചൻ്റെ കാര്യത്തിൽ, IC ബാലകൃഷ്ണൻ്റെ കാര്യത്തിൽ, KK ഗോപിനാഥിൻ്റെ കാര്യത്തിൽ നിർബന്ധമായും എടുക്കണം എന്നാണ് എൻ്റെ നിലപാട്. അതിന് പ്രേരിപ്പിക്കുന്നതും അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ തെളിവാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് എൻ്റെ നിലപാട്. Meet the editors.